പോപ്പുലി ഫിദേലിസ് എന്ന് പറയുന്ന ഒരു രേഖയെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിൽ എങ്ങനെ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മരിയ ഭക്തി അഭ്യസിക്കാം എന്നതിനെ പറ്റിയുള്ള മനോഹരമായിട്ടുള്ള ഒരു രേഖയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രേഖയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും യഥാർത്ഥ കത്തോലിക്ക ആത്മീയത എന്ന് പറയുന്നത് മിശിഹ കേന്ദ്രീകൃതമാണ്. അത് നമ്മുടെ വിശുദ്ധ കുർബാനയിലും നമ്മുടെ യാമപ്രാർത്ഥനകളിലും എല്ലാം, പ്രത്യേകിച്ച് നമ്മൾ പൗരസ്ത്യ സഭകളുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അത് മിശിഹ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആത്മീയതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനക്രമ വത്സരത്തെ തന്നെ എടുക്കുക. നമ്മൾ 9 കാലങ്ങളായിട്ട് നമ്മുടെ ആരാധനക്രമ വത്സരം തിരിക്കുന്നു. എല്ലാം മിശിഹായിലൂടെ പൂർത്തിയാക്കിയ രക്ഷാകര സംഭവങ്ങളുടെ ഓർമ്മയും ആഘോഷവുമാണ്. അപ്പോൾ മറിയം ആരാണ്? ഈ രക്ഷാകര സംഭവത്തിൽ ഒരു മനുഷ്യ വ്യക്തിക്ക് എത്രമേൽ ദൈവത്തോട് സഹകരിക്കാമോ അതിന്റെ പരകോടിയിൽ ദൈവത്തോട് സഹകരിച്ച വ്യക്തിയാണ് മറിയം. അവൾ വിശ്വാസികൾക്ക് എല്ലാ കാലത്തും മാതൃകയാണ്. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് എല്ലാ കാലത്തും മറിയത്തിന്റെ പ്രാർത്ഥനകൾ ഒരു ബലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ മറിയത്തിന്റെ സ്ഥാനത്തിന് യാതൊരു കുറവുമല്ല ഇവിടെ വരുന്നത്. യഥാർത്ഥ ആത്മീയതയിലേക്ക്, അത് മിശിഹായിൽ കേന്ദ്രീകൃതമാകുന്ന ഒരു ആത്മീയതയിലേക്ക് നമ്മളെ വീണ്ടും എവിടെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് നമ്മളെ നയിക്കുകയാണ് ഈ ഒരു രേഖയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്.